യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ സൗഖ്യദായകൻ പാപമോചകൻ സൗഖ്യദായകൻ പാപമോചകൻ യേശുവേകരക്ഷകൻ യേശുവേകരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിന്റെ ആത്മാവ് അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിന്റെ ആത്മാവ് ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ഹല്ലേലൂയ 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 നമുക്ക് വേണ്ടി ദൈവവചനം തന്ന് പ്രാർത്ഥിക്കാനായി കടന്നു വന്നിരിക്കുന്ന സ്നേഹ ബഹുമാനപ്പെട്ട അഭിവന്ദനായ പ്രിൻസ് പാണങ്ങാടൻ പിതാവിനെ ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും കരമുയർത്തി അടിച്ച് പിതാവിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വളരെ അനുഗ്രഹപ്രദമായിരുന്ന 4 ദിവസത്തെ വചന ശുശ്രൂഷയ്ക്കൊടുവിൽ നാം ഇന്ന് തമ്പുരാൻ്റെ സന്നിധിയിൽ വളരെയധികം ആഗ്രഹത്തോടും സ്വപ്നങ്ങളോടും കൂടി അണഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 4 ദിവസങ്ങളിലും വചനം കേട്ടു, വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കി, വചന അഭിഷേകം സ്വീകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഈ കേട്ട വചനം മറ്റുള്ളവരോട് പറയേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ദിവസവും തന്നെ ധാരാളം ബൈബിൾ കൺവെൻഷനുകൾ നടക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്നവരിൽ പലരും തന്നെ ഒന്നിലധികം കൺവെൻഷനുകളിൽ പങ്കെടുത്തിട്ടുള്ളവരാണ്, വചനം കേട്ടിട്ടുള്ളവരാണ്, വചനത്തിൻ്റെ ശക്തി അനുഭവിച്ചിട്ടുള്ളവരാണ്, വചനത്തിൻ്റെ അഭിഷേകം അനുഭവിച്ചിട്ടുള്ളവരാണ്. ഈ വചനത്തിൻ്റെ ശക്തി കൊണ്ട് ജീവിതത്തിൽ അത്ഭുതങ്ങളും രോഗശാന്തികളും നേരിൽ കണ്ടിട്ടുള്ളവരാണ്. പക്ഷേ എത്ര പേർ ഈ വചനത്തിൻ്റെ ശക്തി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായി പരിശ്രമിച്ചിട്ടുണ്ട്? ഈ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഈ വചനം അറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു വലിയ കൽപ്പന നാം കാണുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, യേശു ഈ ഒരു കൽപ്പന കൊടുത്തത് അന്ന് ജീവിച്ചിരുന്ന ആ ശിഷ്യന്മാർക്ക് മാത്രമായിരുന്നോ?
അതോ ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മോട് കൂടിയുമാണോ യേശു ഈ കൽപ്പന അന്ന് അരുളി ചെയ്തത്? നമുക്കറിയാം, ഈ കൽപ്പന അന്നത്തെ ശിഷ്യന്മാർക്കും മാത്രമുള്ളതായിരുന്നില്ല. യേശുവിൻ്റെ വചനം കേൾക്കുന്ന ഓരോ മനുഷ്യനോടും കൂടിയാണ് യേശു ഇത് പറഞ്ഞത്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം നാം സുവിശേഷം കേട്ടിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം വചനത്തിന്റെ ശക്തി നാം അനുഭവിച്ചിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം വചനത്തിന്റെ ശക്തി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും നാം നേടിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ വചനത്തിന്റെ ശക്തി ഒരു മനുഷ്യനോടെങ്കിലും ഇന്ന് വരെ നാം പറയുവാൻ മെനക്കെട്ടിട്ടുണ്ടോ? വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം അന്നത്തെ അപ്പോസ്തലന്മാർക്കും ശിഷ്യന്മാർക്കും മാത്രമുള്ളതല്ല, സകല ക്രൈസ്തവരോടും അല്ലെങ്കിൽ യേശുവിന്റെ സുവിശേഷം കേട്ടിട്ടുള്ള എല്ലാ മനുഷ്യരോടുമായി യേശു പറഞ്ഞിട്ടുള്ളൊരു കൽപ്പനയാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, സാധാരണയായി നാം ചിന്തിക്കും സുവിശേഷം പ്രസംഗിക്കുക എന്നത് വൈദികരുടെയും സന്യസ്തരുടെയും ഏതാനും ചില അൽമായ പ്രേക്ഷിതരുടെയും കടമയാണെന്ന്. അല്ല, സുവിശേഷം പ്രസംഗിക്കുക എന്നത് എല്ലാ ക്രിസ്ത്യാനികളുടെയും കടമയാണ്. സുവിശേഷം കേട്ടിട്ടുള്ള ഓരോ മനുഷ്യനും സുവിശേഷം പ്രസംഗിക്കുവാൻ കടമയുള്ളവനാണ്. ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും സുവിശേഷം പ്രസംഗിക്കുവാൻ കടമയുള്ളവനാണ്. പ്രിയപ്പെട്ടവരെ, നാം ജ്ഞാനസ്നാനം സ്വീകരിച്ച് സുവിശേഷം കേട്ടിട്ട് വർഷങ്ങളോളം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ഒരു മനുഷ്യനോട് പോലും സുവിശേഷം പ്രസംഗിക്കാതെ നാം ഇവിടെ നിന്ന് കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് ദുരിതം. കാരണം യേശു നമ്മോട് പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ കൽപ്പനയായ ഈ സുവിശേഷ പ്രസംഗം എന്ന കൽപ്പന നാം പാലിക്കുന്നില്ല. എത്ര പ്രാവശ്യം നിങ്ങൾ സുവിശേഷം കേട്ടിട്ടുണ്ട്? എത്ര കൺവെൻഷനുകളിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്? എത്ര പ്രാവശ്യം ഈ വചനത്തിന്റെ ശക്തി നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്? എന്തുകൊണ്ട് നിങ്ങൾ അനുഭവിച്ച വചനത്തിന്റെ ശക്തിയെക്കുറിച്ച് ഒരു മനുഷ്യനോട് പറയുന്നില്ല? എന്തുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ യേശു ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നില്ല? യേശു ക്രിസ്തുവിന് നാം സാക്ഷ്യം നൽകുന്നില്ല എങ്കിൽ, നാം കേട്ട സുവിശേഷം നാം പങ്കുവെക്കുന്നില്ല എങ്കിൽ നമ്മുടെ ക്രൈസ്തവ ജീവിതം അർത്ഥശൂന്യമാണ്. നാം സുവിശേഷം കേൾക്കുന്നതും അർത്ഥശൂന്യമാണ്. സുവിശേഷം കേൾക്കുന്നത് എൻ്റെ വ്യക്തിപരമായ ലാഭത്തിനോ എൻ്റെ രോഗശാന്തിക്കോ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമാകരുത്. സുവിശേഷം കേൾക്കുന്നത് സുവിശേഷത്തിന് സാക്ഷിയാകാൻ വേണ്ടിയാണ്. യേശുവിൻ്റെ സുവിശേഷം കേൾക്കുന്ന ഓരോരുത്തരും യേശുവിൻ്റെ സാക്ഷിയായി മാറണം. അപ്പോഴാണ് ഈ സുവിശേഷ യോഗങ്ങൾ അർത്ഥപൂർണമാകുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ഇപ്രകാരം പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വചനം പ്രസംഗിക്കുന്നതിനെ കുറിച്ച്, ജീവന്റെ സുവിശേഷം മറ്റുള്ളവർ പങ്കുവയ്ക്കുന്നതിനെ കുറിച്ച് യോഹന്നാൻ ഇങ്ങനെയാണ് പറയുന്നത്: ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കണ്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ കേട്ടതും കണ്ടതും കണ്ണുകൊണ്ട് സൂക്ഷിച്ച് വീക്ഷിച്ചതും ഞങ്ങളുടെ കരങ്ങൾ കൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ സുവിശേഷം ഞങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കുന്നു. ഇത് യോഹന്നാൻ പറഞ്ഞതാണ്. കാരണം യേശുവിൻ്റെ കൂടെ നടന്ന് യേശുവിൻ്റെ വചനങ്ങൾ അവൻ കേട്ടു, യേശുവിൻ്റെ അത്ഭുത കാര്യങ്ങൾ അവൻ കണ്ടു, അവൻ സുവിശേഷത്തെ കാണുകയും കേൾക്കുകയും ചെയ്തു, കരങ്ങൾ കൊണ്ട് സ്പർശിക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞ് വീട്ടിൽ ഒളിച്ചിരിക്കുവാനല്ല യോഹന്നാൻ പോയത്. വീട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നില്ല അവൻ ചെയ്തത്. അവൻ പറയുകയാണ്, ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും കരങ്ങൾ കൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങൾ നാം കണ്ടിട്ടില്ലേ? നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ സാമൂഹിക ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും തമ്പുരാൻ എത്രയോ അത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്നു. വചനത്തിന്റെ ശക്തി ഞാനും നിങ്ങളും അനുഭവിച്ചിട്ടില്ലേ? വചനത്തിന്റെ ശക്തി കൊണ്ട് നമ്മൾ അനുഗ്രഹങ്ങൾ നേടിയെടുത്തിട്ടില്ലേ? ഈ അനുഗ്രഹങ്ങൾ എന്തുകൊണ്ട് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നില്ല? ഞാൻ കണ്ട സുവിശേഷത്തെ കുറിച്ച്, ഞാൻ കേട്ട സുവിശേഷത്തെ കുറിച്ച്, ഞാൻ സ്പർശിച്ച സുവിശേഷത്തെ കുറിച്ച് എന്തുകൊണ്ട് ഞാൻ മറ്റുള്ളവരോട് പറയുന്നില്ല? പ്രിയപ്പെട്ടവരെ, അങ്ങനെ നാം പറയുവാൻ ഒരുക്കമില്ലെങ്കിൽ നാം സുവിശേഷം കേൾക്കുന്നത് അർത്ഥശൂന്യമാണ് എന്ന് ഞാൻ പറയും. കാരണം എൻ്റെ ലാഭത്തിന് വേണ്ടി, എൻ്റെ സൗഖ്യത്തിന് വേണ്ടി, എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടി ഞാൻ പോകുന്നു, ഞാൻ സുവിശേഷം കേൾക്കുന്നു, എൻ്റെ വീട്ടിൽ ഞാൻ ഒളിച്ചിരിക്കുന്നു. ഇതല്ല ക്രിസ്ത്യാനിയുടെ കടമ. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടത്, എൻ്റെ കാതുകൊണ്ട് ഞാൻ കേട്ടത്, എൻ്റെ കരങ്ങൾ കൊണ്ട് ഞാൻ സ്പർശിച്ചത്, ഇത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇത് നാം ചെയ്യുന്നവരാണ്. സുവിശേഷത്തിൻ്റെ കാര്യത്തിലല്ല, മറ്റു പല കാര്യങ്ങളിലും. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. നിങ്ങളിൽ ആരെങ്കിലും
നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്ക് വിനോദയാത്ര പോയെന്നിരിക്കുക. നിങ്ങൾ അങ്ങോട്ട് പോയി ആ വിനോദയാത്രയ്ക്ക് പോയി നിങ്ങൾക്ക് ആ സ്ഥലം ഇഷ്ടപ്പെട്ടു. ആ സ്ഥലം ഇഷ്ടപ്പെട്ട് നിങ്ങൾ തിരിച്ചു വന്ന് ആരോടെങ്കിലും മിണ്ടാതിരിക്കുമോ? തീർച്ചയായും നിങ്ങൾ ആ 10 പേരോട് പറയും, ഈ സ്ഥലം വളരെ നല്ലതാണ്. ഇനി നിങ്ങൾ തീർത്ഥയാത്രയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിനോദയാത്രയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോയിരിക്കണം. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ സ്ഥലം കണ്ടിരിക്കണം. കണ്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഒന്നും സംഭവിക്കില്ല. പക്ഷെ നമ്മൾ എന്ത് പറയും? നിങ്ങൾ കണ്ടിരിക്കണം, അത് പോണം, നല്ല സ്ഥലമാണ്, കാരണം അതെൻ്റെ ബോധ്യമാണ്, ഞാൻ കണ്ടു, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം നിങ്ങൾ കഴിച്ചെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ആ ഭക്ഷണം വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ആരോടെങ്കിലും പറയാതെ വായുമടച്ചിരിക്കുമോ? സാധാരണഗതിയിൽ ഇരിക്കില്ല. എന്ത് പറയും? മറ്റുള്ളവർ പറയും, ഇത് വളരെ നല്ല ഭക്ഷണമാണ്, അല്ലെങ്കിൽ ഈ ഹോട്ടലിൽ വളരെ നല്ല ഭക്ഷണം കിട്ടും. നിങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ആ ഹോട്ടലിൽ നിന്ന് നിങ്ങൾ ഭക്ഷണം കഴിച്ചിരിക്കണം. അത്രയും ബോധ്യത്തോടു കൂടി നമ്മൾ പറയും. കാരണം അതിൻ്റെ രുചി എൻ്റെ നാവിൽ തങ്ങി നിൽക്കുന്നു. ഈ സുവിശേഷത്തിൻ്റെ കാര്യം വരുമ്പോൾ എന്തുകൊണ്ടാണ് കണ്ട സുവിശേഷത്തെക്കുറിച്ച്, കേട്ട സുവിശേഷത്തെക്കുറിച്ച്, അനുഭവിച്ച സുവിശേഷത്തെക്കുറിച്ച്, കരങ്ങൾ കൊണ്ട് സ്പർശിച്ച സുവിശേഷത്തെക്കുറിച്ച് നാം പറയാൻ മടിക്കുന്നത്? ഞാൻ കണ്ട വിനോദയാത്ര സ്ഥലത്തെക്കുറിച്ച് ഞാൻ പറയുന്നു, ഞാൻ ഭക്ഷിച്ച ഭക്ഷണത്തെക്കുറിച്ച് ഞാൻ പറയുന്നു, അല്ലെങ്കിൽ ഞാൻ കണ്ട സിനിമയെക്കുറിച്ച് ഞാൻ പറയുന്നു, വാദവരാതെ പറയുന്നു, മറ്റുള്ളവരെ നിർബന്ധിക്കുന്നു, അവരെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. പക്ഷെ ഞാൻ അനുഭവിച്ച യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു മനുഷ്യനോടും പറയാതെ നാം ഇവിടെ കൂടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, എന്താണ് ഇതിനർത്ഥം? ഞാൻ അനുഭവിച്ച യേശുവിൻ്റെ സുവിശേഷം, ഞാൻ കേട്ട യേശുവിൻ്റെ സുവിശേഷം അത് എനിക്കായി മാത്രം മാറ്റിവെക്കാനുള്ളതല്ല. 10 പേരോട് വിളിച്ചു പറയണം. നമ്മൾ ഭക്ഷിച്ച ഭക്ഷണത്തിന്റെ രുചിയെക്കുറിച്ച് നാം മറ്റുള്ളവരോട് പറയുന്നത് പോലെ, നമ്മൾ കണ്ട സ്ഥലത്തിന്റെ മനോഹാരിതയെക്കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നാം പറയുന്നത് പോലെ, നമ്മൾ അനുഭവിച്ച സുവിശേഷത്തിന്റെ ശക്തിയെക്കുറിച്ച് ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും നാം പ്രസംഗിച്ചില്ല എങ്കിൽ നമുക്ക് ദുരിതം. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. പൗലോസ്ലീഹ പറഞ്ഞതാ. സുവിശേഷത്തിന് വേണ്ടി മാത്രം ജീവിച്ചൊരു മനുഷ്യൻ, യേശുവിനെ കണ്ടുമുട്ടിയ ആ ക്ഷണം മുതൽ മരണം വരെ സുവിശേഷത്തിന് വേണ്ടി മാത്രം ജീവിച്ച ഒരു മനുഷ്യൻ പറയുകയാണ്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് ദുരിതം. അത്രയും വലിയ മനുഷ്യൻ, വിശുദ്ധനായ മനുഷ്യൻ, സ്വർഗത്തിന്റെ 3-ാം പടി വരെ ഉയർത്തപ്പെട്ട മനുഷ്യൻ അങ്ങനെ പറയുന്നെങ്കിൽ കേവലം നിസ്സാരനും പാപികളുമായ നമ്മൾ എത്രയോ വലിയ ദുരിതത്തിലാണ്. കാരണം ഇന്നുവരെ സുവിശേഷം ആരോടും പറഞ്ഞിട്ടില്ല. ഈ ഭൂമിയിൽ 70-80 വർഷം ജീവിച്ചിട്ട് ഒരു മനുഷ്യനോട് പോലും യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാതെ നാം കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് ദുരിതം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ദുരിതം. നമ്മൾ മറ്റുള്ളവരോട് പറയണം, ഞാൻ അനുഭവിച്ച യേശു ഇതാ, ഇവൻ സ്നേഹിക്കാനായി ഈ ഭൂമിയിലേക്ക് വന്നവനാണ്, ഇവൻ സ്നേഹത്തിന് വേണ്ടി കുരിശിൽ മരിച്ചവനാണ്, ഇവൻ ഈ ലോകത്തെ സ്നേഹിക്കുന്നു എന്ന് വിളിച്ചു പറയാൻ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ഞാൻ എന്തിനാണ് പേടിക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ വിദ്വേഷവും പകയും വൈരവും പരത്തുന്നവർ വിശ്രമമില്ലാതെ അധ്വാനിക്കുന്നു. നിന്നെ സ്നേഹിക്കാത്തവനെ നീ കൊന്നുകളയുക, നിന്റെ മതത്തിൽ വിശ്വസിക്കാത്തവനെ നീ ശത്രുവായി കാണുക, അവനെ കൊന്നുകളഞ്ഞാൽ അതിൽ കുഴപ്പമില്ല എന്നുപോലെ വിഷപൂരിതമായ പ്രസംഗങ്ങൾ നടത്തുന്നു, വിഷപൂരിതമായ സന്ദേശങ്ങൾ ലോകമെങ്ങും വ്യാപിപ്പിക്കുന്നു. വൈരവും പകയും വിദ്വേഷവും മറ്റുള്ളവർ പരത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്നേഹത്തെ കുറിച്ച് പറയാൻ നമ്മൾ, യേശുവിനെ കുറിച്ച് അറിഞ്ഞിട്ടുള്ള നമ്മൾ സ്നേഹത്തെ കുറിച്ച് പറയാൻ, യേശു സ്നേഹമാണെന്ന് പറയാൻ, ദൈവം സ്നേഹമാണെന്ന് പറയാൻ, ദൈവം ലോകത്തെ സ്നേഹിക്കുന്നെന്ന് പറയാൻ നാം നാണിക്കുന്നു, അല്ലെങ്കിൽ നാം ഭയപ്പെടുന്നു. ആരെയാണ് നാം ഭയപ്പെടേണ്ടത്? ആരെയാണ് നാം ഭയപ്പെടേണ്ടത്? ഈ ഭൂമിയിൽ വിദ്വേഷവും പകയും വെച്ചു പുലർത്തുന്നവർ, പരത്തുന്നവർ ആ പണി ചെയ്തു കൂട്ടുമ്പോൾ നമ്മൾ കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആയുധത്തിന് പകരം ആയുധം എടുക്കുന്നത് ക്രിസ്ത്യാനികളുടെ നയമല്ല, ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിന്റെ ഭാഗമല്ല. പക്ഷേ മറ്റുള്ളവർ വിദ്വേഷത്തിന്റെയും പകയുടെയും കോപത്തിന്റെയും വൈരാഗ്യത്തിന്റെയും വിത്തുകൾ പാകുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് സ്നേഹത്തിന്റെ വിത്തുകൾ പാകിക്കൂടാ? എന്തുകൊണ്ട് നമുക്ക് ഈ സ്നേഹത്തിന്റെ സന്ദേശം ലോകം മുഴുവൻ അറിയിച്ചുകൂടാ? വിദ്വേഷത്തിന്റെ സന്ദേശം അറിയിക്കുവാൻ, പകയുടെ സന്ദേശം അറിയിക്കുവാൻ, ശത്രുതയുടെ സന്ദേശം അറിയിക്കുവാൻ മനുഷ്യർ ആത്മഹത്യാ ബോംബുകളായി മാറുന്നു. തന്നെ തന്നെ ബലിയർപ്പിക്കുന്നു, തന്നോടൊപ്പം ആയിരക്കണക്കിന് പേരെ കൊന്നൊടുക്കുന്നു. എന്തിനു വേണ്ടി? വിദ്വേഷം പരത്താൻ, പക പരത്താൻ, ശത്രുത പരത്താൻ.
അങ്ങനെയുള്ളവർ ഈ ലോകത്ത് കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ സുവിശേഷം കേട്ടിട്ടുള്ള ഞാൻ, യേശു ക്രിസ്തു സ്നേഹമുള്ളവനാണെന്ന് പറഞ്ഞ് അറിഞ്ഞിട്ടുള്ള ഞാൻ, കുരിശിൽ മരിച്ചവൻ സ്നേഹിക്കാനായി വന്നവനാണെന്ന് പറഞ്ഞവൻ യേശു സ്നേഹിക്കുന്നു എന്ന് പറയാൻ ഭയപ്പെടുന്നു. ദൈവം സ്നേഹമാണെന്ന് പറയാൻ ഭയപ്പെടുന്നു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ ഭയപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിലെന്തോ വൈരുദ്ധ്യമില്ലേ? ഇതിലെവിടെയോ ഒരു അപാകതയില്ലേ? നമ്മൾ ഈ ചുറ്റും നോക്കുമ്പോൾ മറ്റുള്ളവർ എന്തൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത്? എന്തുകൊണ്ട് നമുക്ക് സുവിശേഷം പ്രസംഗിച്ചുകൂടാ? എന്തുകൊണ്ട് നമുക്ക് സുവിശേഷം പ്രസംഗിച്ചുകൂടാ? ഈ സുവിശേഷം നാം പ്രസംഗിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെ വളരെ ശാന്തമായി, വളരെ സൗകര്യപ്രദമായി ഈ നല്ല സ്കൂൾ ഗ്രൗണ്ടിലിരുന്ന് സുവിശേഷം കേൾക്കുന്നു. ഇവിടെ നമ്മെ പീഡിപ്പിക്കാൻ ആരുമില്ല, നമ്മെ വേദനിപ്പിക്കാൻ ആരുമില്ല. പക്ഷേ ലോകമെങ്ങും ക്രിസ്ത്യാനികൾ ഈ സുവിശേഷത്തിന് വേണ്ടി ത്യാഗം അനുഭവിക്കുന്നവരാണ്. നിങ്ങളെല്ലാവരും പേപ്പർ വായിക്കുന്നവരാണ്. നിങ്ങളെല്ലാവരും TV ചാനലുകളിൽ വാർത്തകൾ കേൾക്കുന്നവരാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു വർഗമായി ക്രിസ്ത്യാനികൾ മാറിയിരിക്കുന്നു. ലോകത്തിൻ്റെ എല്ലാ മൂലകളിലും ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നു. അവൻ്റെ സുവിശേഷത്തിന് വേണ്ടി സാക്ഷ്യം നൽകുവാൻ ആയിരക്കണക്കിന് പേർ മരിച്ചു വീഴുന്നു, ആയിരക്കണക്കിന് പേരെ കൊന്നുകളയുന്നു. പ്രിയപ്പെട്ടവരെ, ഇത്രയും സുഖമായി, ഇത്രയും ശാന്തമായി ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന കേരളത്തിൽ സുവിശേഷം കേൾക്കുമ്പോൾ നമ്മെ പോലുള്ള ക്രിസ്ത്യാനികൾ, നമ്മുടെ സഹോദരി സഹോദരന്മാർ ഈ സുവിശേഷത്തിന് വേണ്ടി മരിച്ചു വീഴുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അവർ എത്രയോ വേദന അനുഭവിച്ച്, എത്രയോ ത്യാഗം അനുഭവിച്ചാണ് സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരല്പം ത്യാഗം, ഒരു ചെറിയ ത്യാഗം, ഒരു ചെറിയ സഹനം സുവിശേഷത്തിന് വേണ്ടി നമുക്ക് എന്തുകൊണ്ട് എടുത്തുകൂടാ? നമുക്കറിയാം, യേശുവിൽ വിശ്വസിച്ച ആരും വളരെ ശാന്തമായി, വളരെ സന്തോഷമായി മരിച്ചിട്ടില്ല. യേശുവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. യൂദാസ് മരിച്ചതിന് ശേഷം മറ്റൊരു ശിഷ്യനെ കൂടെ തിരഞ്ഞെടുത്തു. ഈ 12 പേര് എങ്ങനെയാണ് മരിച്ചത്? അവരെല്ലാവരും രോഗം വന്ന് അവസാനം ഹോസ്പിറ്റലിലേക്ക് പോയി ICUവിലും വെന്റിലേറ്ററിലും കിടന്ന് കട്ടിലിൽ കിടന്ന് മരിച്ചോ? ഒരൊറ്റ അപ്പസ്തോലൻ പോലും കട്ടിലിൽ കിടന്ന് മരിച്ചിട്ടില്ല. ഒരൊറ്റ അപ്പസ്തോലന് പോലും കട്ടിലിൽ കിടന്ന് മരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഭാഗ്യമാണെന്ന് അവർ അതിനെക്കുറിച്ച് കരുതിയിട്ടില്ല. അവരുടെ ജീവിതം അവസാനിച്ചത് കടലിലും വാളിൻ തുമ്പത്തും അഗ്നിക്കിരയായും കുരിശിനുമെല്ലാമാണ്. അവരെല്ലാവരും അഗ്നിയിൽ എറിയപ്പെട്ടു. വറച്ചട്ടിയിലും മെരുതിയിലുമാണ് അവർ അന്ത്യവിശ്രമം കൊണ്ടത്. നാം സുഖമായി ഈ ജീവിതത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച് 10-80 വർഷം ഭൂമിയിൽ ജീവിച്ച് സൗകര്യപ്രദമായി ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലും വെന്റിലേറ്ററിലും കിടന്ന് AC റൂമിൽ കിടന്ന് നാം മരിക്കുന്നു. സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുന്നവർക്ക്, പ്രിയപ്പെട്ടവരെ, മരണവും ത്യാഗമോ സഹനമോ വാളോ ഒന്നും തന്നെ തടസ്സമാകരുത്. വില കൊടുത്താണ് ഈ സുവിശേഷം ഇത്രയും നാൾ പരിപാലിക്കപ്പെട്ടിട്ടുള്ളത്. വില കൊടുത്തിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ വളരെ സൗകര്യപ്രദമായി ബൈബിൾ കൈകളിലെടുത്ത് വായിക്കുന്നു. ഞാൻ സൗകര്യപ്രദമായി ബൈബിളിൽ ഇവിടെ വെച്ച് വായിക്കുന്നു. ഈ ബൈബിൾ എൻ്റെ കയ്യിലേക്കും നിങ്ങളുടെ കൈകളിലേക്കും 2000 വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയാണ് എത്തിയത്? ഇതിനെ നശിപ്പിക്കുവാനും കത്തിച്ചാമ്പലാക്കുവാനും ഇതിനെ പ്രസംഗിച്ചവരെ ഇല്ലായ്മയാക്കാനും സാമ്രാജ്യങ്ങളും രാജാക്കളും പ്രത്യയശാസ്ത്രങ്ങളുമെല്ലാം കിണഞ്ഞു പരിശ്രമിച്ചു. എത്രയോ പേർ ബലി കൊടുക്കപ്പെട്ടു, എത്രയോ പേർ വാളിനിരയായി, എത്രയോ പേർ പീഡിപ്പിക്കപ്പെട്ടു. അവരുടെ ജീവിതത്തെക്കാൾ വലിയതാണ് സുവിശേഷം എന്ന് കരുതി അവർ സുവിശേഷം കാത്തുപരിപാലിച്ചത് കൊണ്ടല്ലേ? അവരുടെ സുവിശേഷം കാത്തുപരിപാലിക്കാൻ വേണ്ടി അവരുടെ ജീവിതത്തെ വലിച്ചെറിഞ്ഞത് കൊണ്ടല്ലേ? അവരുടെ ജീവിതത്തെ അവർ ആത്മാർപ്പണം ചെയ്തത് കൊണ്ടല്ലേ ഇന്ന് എൻ്റെയും നിങ്ങളുടെയും കൈകളിൽ സുവിശേഷം ഇരിക്കുന്നത്? എത്രയോ പേർ ജീവൻ കൊടുത്തും എത്രയോ പേർ ത്യാഗം സഹിച്ചുമാണ് ഈ സുവിശേഷം കാത്തു സംരക്ഷിച്ചത്. അതുകൊണ്ടാണ് ഇന്നും ഞാനും നിങ്ങളും സാബു ബ്രദറിന്റെ കൺവെൻഷനിലും വട്ടായി അച്ഛന്റെ കൺവെൻഷനിലും ഡൊമിനിക് അച്ഛന്റെ കൺവെൻഷനിലും സുഖപ്രദമായി തണലിലിരുന്ന് സുവിശേഷം കേൾക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കണം, ഈ സുവിശേഷം എൻ്റെ കയ്യിലെത്തിക്കാൻ എത്രയോ പേർ ജീവൻ ബലി കൊടുത്തിട്ടുണ്ട്. ചുടുചോരയുടെ മണമുള്ള സുവിശേഷമാണിത്. ഓരോ രക്തസാക്ഷിയുടെയും ചുടുചോരയുടെ രക്തത്തിൽ എഴുതപ്പെട്ട വചനമാണിത്. യേശുക്രിസ്തുവിന്റെ തിരുരക്തത്താൽ എഴുതപ്പെട്ട വചനം. ഈ വചനം വായിക്കുമ്പോൾ നമ്മുടെ പൂർവികർ അനുഭവിച്ച ആ ത്യാഗത്തെക്കുറിച്ചോ ആ മരണത്തെക്കുറിച്ചോ ചിന്തിക്കാതെ സൗകര്യപ്രദമായി നാം സുവിശേഷം വായിച്ച് എൻ്റെ നന്മയ്ക്ക് വേണ്ടി, എൻ്റെ രോഗശാന്തിക്ക് വേണ്ടി, എൻ്റെ കുടുംബസമാധാനത്തിന് വേണ്ടി മാത്രം ഞാൻ ഈ സുവിശേഷത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ദുരിതം.
കാരണം ഈ സുവിശേഷം എൻ്റെ കൈകളിൽ എത്തിക്കാൻ ആയിരക്കണക്കിന് പേർ ജീവൻ ബലി കൊടുത്തുവെങ്കിൽ ഒരു മനുഷ്യനോടെങ്കിലും ഇന്ന് വരെ സുവിശേഷം കേട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യനോടെങ്കിലും സുവിശേഷം പ്രസംഗിക്കാൻ, യേശുവിനെ കുറിച്ച് പറയാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം തമ്പുരാൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 48-ാം വാക്യം നമുക്ക് വായിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 48-ാം വാക്യം. ഈ വചനത്തിൽ യേശു ഇങ്ങനെയാണ് പറയുന്നത്: അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും, അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും, അധികം ഏൽപ്പിച്ചു കൊടുത്തവനിൽ നിന്ന് അധികം ചോദിക്കും. എന്തുകൊണ്ടാണ് ഞാൻ ഈ വചനം പറഞ്ഞത്? ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു, നാം വളരെ ശാന്തമായി, വളരെ സൗകര്യപൂർവ്വം ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച് സുവിശേഷം കേൾക്കുന്നു. നമുക്ക് എത്രയോ അധികമായാണ് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മുടെ സഹോദരന്മാർ സുവിശേഷം കേൾക്കാൻ എത്രയോ കഷ്ടപ്പെടുന്നു. പരസ്യമായി ബൈബിൾ കൊണ്ട് നടക്കാൻ സാധിക്കാതെ എത്രയോ പേർ വേദനിക്കുന്നു. ഒന്ന് ബൈബിൾ എടുത്ത് വായിക്കാൻ സാധിക്കാതെ എത്രയോ സഹോദരന്മാർ നമ്മുടെ നാട്ടിൽ വേദനിക്കുന്നു. അവരോടൊക്കെ നമുക്ക് കടപ്പാടില്ലേ? അവരെയൊക്കെ വേദനിച്ചും സഹിച്ചും കഷ്ടപ്പെട്ടും ജീവിതത്തിൽ ത്യാഗം അനുഭവിച്ചും സുവിശേഷം കേൾക്കുമ്പോൾ നാം തളർന്നിലിരുന്ന് സൗകര്യപ്രദമായി സുവിശേഷം കേൾക്കുന്നു. തമ്പുരാൻ നമ്മെ അധികമായി അനുഗ്രഹിച്ചിരിക്കുന്നു, നമുക്ക് അധികം നൽകിയിരിക്കുന്നു. ഈ അധികം നൽകിയത് എന്തിനു വേണ്ടിയാണ്? അധികം തിരിച്ചു ചോദിക്കാൻ വേണ്ടിയാണ്. അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും, അധികം ഏൽപ്പിച്ചു കൊടുത്തവനിൽ നിന്ന് അധികം ചോദിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അധികം ലഭിച്ചവരാണ്. വിശ്വാസത്തിൻ്റെ കാര്യമായാലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമായാലും സംസ്കാരത്തിൻ്റെ കാര്യമായാലും എന്തിൻ്റെ കാര്യമായാലും നിങ്ങൾ അധികം ലഭിച്ചവരാണ്. നമ്മൾ അധികം ലഭിച്ചവരാണ്. നമ്മിൽ നിന്ന് സർവശക്തനായ തമ്പുരാൻ അധികം ചോദിക്കും. ഞാൻ നിനക്ക് അധികമായി തന്നു. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഞാൻ നിനക്ക് ജന്മം നൽകി. ജനിച്ചപ്പോൾ മുതൽ സുവിശേഷം കേൾക്കാൻ ഞാൻ നിനക്ക് അവസരമൊരുക്കി തന്നു. ഒരു മനുഷ്യനോടെങ്കിലും നീ സുവിശേഷം പറഞ്ഞോ? ഏതെങ്കിലും ഒരു മനുഷ്യന് നീ എന്നെക്കുറിച്ച് പറഞ്ഞു കൊടുത്തോ എന്ന് തമ്പുരാൻ ചോദിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ശാശ്വതമായ സ്ഥലമല്ല. ഇവിടെ നിന്ന് നമ്മളെല്ലാവരും പോകണം. ഒരു ദിവസം കർത്താവിൻ്റെ മുമ്പിൽ നാം നിൽക്കേണ്ടി വരും. കർത്താവിൻ്റെ മുമ്പിൽ നാം നിൽക്കുമ്പോൾ അവൻ നമ്മോട് ചോദിക്കും, ഞാൻ നിനക്ക് അധികം ഏൽപ്പിച്ചു തന്നു, ഇതാ ഞാൻ നിന്നിൽ നിന്ന് അധികം ആവശ്യപ്പെടുന്നു. ഞാൻ നിനക്ക് അധികം തന്നു, അതുകൊണ്ട് ഞാൻ നിന്നിൽ നിന്ന് അധികം ചോദിക്കുന്നു. നിനക്ക് എന്താണ് എന്നോട് പറയുവാനുള്ളത്? തമ്പുരാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്താണ് അവനോട് പറയുവാൻ സാധിക്കുക? ഇത്രയും സൗകര്യപ്രദമായി നാം സുവിശേഷം കേട്ടിട്ട് ഈ സുവിശേഷം ഒരു മനുഷ്യനോടും പറഞ്ഞിട്ടില്ല എങ്കിൽ നാം തമ്പുരാന്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും. മാർച്ച് മാസം ലാസ്റ്റ് കോട്ടയം കളത്തിപ്പടി ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു കുടുംബമാണിത്. ക്യാൻസർ ആയിരുന്നു, അത് ഹീൽ ചെയ്തു. അതിൻ്റെ സാക്ഷി ഇപ്പോൾ നിങ്ങൾ കേൾക്കുകയാണ്. എൻ്റെ പേര് ലിൻഡ ബിബിൻ, സ്ഥലം അന്ധകാരനഴി. ഞാൻ കഴിഞ്ഞ ആഗസ്റ്റിൽ എനിക്ക് പനി വരികയും അതിനെ തുടർന്ന് പനിയും ഛർദിലൊക്കെ ആയിട്ട് മതിലകത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും കൗണ്ട് പ്ലേറ്റ്ലേറ്റും HB ഒക്കെ നന്നായിട്ട് കുറയുകയും WBC കൗണ്ട് കൂടുകയും ചെയ്തു. അങ്ങനെ തന്നെ അവർ പറഞ്ഞു ബോൺമാരൊക്കെ ചെയ്യണം. അപ്പോൾ ലിസിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ അവിടെ പോയി ബോൺമാരൊക്കെ നടത്തിയപ്പോഴത്തേക്കും അവർ പറഞ്ഞു അക്യൂട്ട് മൈലോഡ് ലുക്കീമിയ എന്ന് പറഞ്ഞൊരു അസുഖമാണെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ബ്ലഡ് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അത് ഞാൻ അറിയുന്നത് തന്നെ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞിരുന്നില്ല ഈ അസുഖമാണെന്ന്. 5 ദിവസം ഞാൻ അവിടെ കിടന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രം RCCയിലേക്ക് ട്രീറ്റ്മെൻറ്റിന് പോകണമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഞാൻ RCC ചെന്ന് ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങി. അവർ പറഞ്ഞു ഞാൻ 3 മാസമേ ജീവിക്കുകയുള്ളൂ എന്നാണ് ഹസ്ബൻഡിനോട് പറഞ്ഞിരുന്നത്. അങ്ങനെ ഹീമോയൊക്കെ തുടങ്ങി. ആദ്യത്തെ ഹീമോയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കൗണ്ടുകളൊക്കെ നന്നായിട്ട് കുറയാൻ തുടങ്ങി. ആ സമയത്ത് രോഗികളുടെ നാഥൻ, ബഹുമാനപ്പെട്ട വട്ടിയാലച്ചൻ്റെ രോഗികളുടെ നാഥൻ എന്ന് പറഞ്ഞ പുസ്തകം ഞാൻ എൻ്റെ ബെഡിൻ്റെ പറ്റി തന്നെ വെക്കുകയും മുടങ്ങാണ്ട് ആ പുസ്തകം വായിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും എന്ന് തന്നെ ആ വചനം ഞങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ പള്ളിത്തോട് പ്രധാന കൺവെൻഷനിലുണ്ടായിരുന്നപ്പോൾ 2 ദിവസം അവിടെ വരികയും അവിടെ
ബ്രദറിൻ്റെ മറ്റേ രോഗികളുടെ കൗണ്ടറിൽ ഇരുന്നപ്പോഴത്തേക്കും അവിടെ വന്ന് ബ്രദർ പ്രാർത്ഥിച്ചേക്കാന്ന് പറയുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ മാർച്ചിൽ ധ്യാനം കൂടി. ധ്യാനത്തിൻ്റെ സമയത്ത് നമ്മൾ ബൈബിളിലൊക്കെ കണ്ടിട്ടുള്ളൂ, മുടന്തരിക്കും അന്തർക്കൊക്കെ കാഴ്ച കിട്ടണ പോലെ ഞങ്ങളത് ലൈവായിട്ട് കണ്ടു. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു. ഞങ്ങൾ കുടുംബസമേതമാണ് പോയത്. ഞാൻ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ശരീരം മുഴുവൻ വിറക്കുകയുണ്ടായി. എനിക്ക് എന്താണെന്ന് പറയാത്തൊരു അനുഭവം തന്നെ ഉണ്ടായി. ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ചു ഞങ്ങൾ തന്നെയാണെന്ന്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെയ് 1-ാം തീയതി ഹീമോ എല്ലാം കഴിഞ്ഞ് ബോൺമാരോ ടെസ്റ്റിന് പോയി. ടെസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കഴിഞ്ഞ 1-ാം തീയതി കൊണ്ടേ റിസൾട്ട് വാങ്ങിച്ച് ഡോക്ടറിനെ കണ്ടപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു മരുന്നൊന്നും വേണ്ട, അസുഖമെല്ലാം മാറിയെന്ന് പറഞ്ഞു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന എൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറഞ്ഞോളുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. ബ്ലഡ് ക്യാൻസർ ബാധിച്ച ഈ മകള് നേരത്തെ എന്നോട് പറഞ്ഞത്, അന്ന് ഡോക്ടർ പറഞ്ഞ 3 മാസത്തെ കാലാവധി അല്ലേ, 3 മാസമേ ആയുസുള്ളൂ, മരിക്കും എന്നാണ് ലിൻഡായെക്കുറിച്ച് ഡോക്ടർ ഭർത്താവിനോട് പറഞ്ഞത്. ഒത്തിരിയേറെ മനസ്സ് തകർന്ന അവസ്ഥയിലായിരുന്നു അല്ലേ, ഹൃദയമൊക്കെ തകർന്ന മനസ്സ് നൊന്ത ഒരവസ്ഥയിലായിരുന്നു. അങ്ങനെ പള്ളിത്തോട് നമ്മുടെ കൺവെൻഷൻ നടക്കുമ്പോൾ അവിടെ വന്ന് 2 ദിവസം കൺവെൻഷൻ കൂടി. അത് കഴിഞ്ഞ് ഇവർ കോട്ടയത്ത് നമ്മുടെ താമസമുള്ള ധ്യാനത്തിൽ പങ്കെടുത്തു. ആ ധ്യാനത്തിൽ ഇപ്പോൾ നിങ്ങൾ കേട്ടു, കർത്താവ് ചെയ്യുന്ന ഒത്തിരി സൗഖ്യങ്ങളൊക്കെ കണ്ടു, ആഴമായി വിശ്വാസമായി ബോധ്യം കിട്ടി, അനേകയുടെ സാക്ഷ്യങ്ങളൊക്കെ കേട്ടു. അപ്പോൾ ഹൃദയത്തിൽ ആ ബോധ്യങ്ങൾ വർദ്ധിച്ചു അല്ലേ, ഒന്നുകൂടി ഉറപ്പായി സൗഖ്യം കിട്ടുമെന്ന്. ശരിയല്ലേ? വിശ്വാസം കൂടി, ഒന്നുള്ള വിശ്വാസം കൂടി. യേശുവിൻ്റെ അത്ഭുതകരമായ ഒരു സ്പർശനം അവിടെ വെച്ച് ഉണ്ടാവുകയാണ്. ഈ മകളുടെ ബ്ലഡ് ക്യാൻസർ രോഗത്തെ യേശു പൂർണ്ണമായിട്ടും സൗഖ്യമാക്കി കഴിഞ്ഞിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്തതിന് ശേഷം പോയി ഡോക്ടറെ കണ്ടു അല്ലേ? ഏത് ആശുപത്രിയിലായിരുന്നു? ട്രിവാൻഡ്രം RCCയിൽ പോയി ഡോക്ടറെ കണ്ടു, ചെക്കപ്പുകളെല്ലാം നടത്തു. ഡോക്ടേഴ്സ് പറയുന്നു ബ്ലഡ് ക്യാൻസർ ഇല്ല, ഇനി മരുന്ന് കഴിക്കണ്ട. ശരിയാണ്. മാസം ചെക്കപ്പിന് ഞാൻ മതി, ഇനി മരുന്നുകളൊന്നും കഴിക്കണ്ട, എല്ലാ ഫുഡും കഴിക്കാൻ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. എല്ലാ ഫുഡും കഴിക്കാം, മരുന്ന് കഴിക്കണ്ട, പൂർണ്ണമായിട്ട് ബ്ലഡ് ക്യാൻസർ സൗഖ്യമായി എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. 2 കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഏതെങ്കിലും ക്യാൻസർ രോഗികളുണ്ടെങ്കിൽ അവിടെ മേൽ കർത്താവിൻ്റെ കരം വരുവാൻ, ഈ ശുശ്രൂഷ കാണുന്ന വ്യക്തികൾ ആരുമാവട്ടെ അവിടെ മേൽ കർത്താവിൻ്റെ മുറിവേറ്റ കരം വരുവാൻ നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ ആണിപ്പാടിലെ കരം വയ്ക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്യാൻസർ രോഗികളെ സൗഖ്യം പ്രാപിക്കട്ടെ, ശരീരത്തിൽ ട്യൂമറുകൾ പറ്റിപ്പോകട്ടെ, യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, ക്യാൻസർ സൗഖ്യമാവട്ടെ, രോഗങ്ങൾ വിട്ടുമാറട്ടെ, ബ്രെയിനിലെ ക്യാൻസർ വിട്ടുമാറട്ടെ, അസ്ഥികളിലെ ക്യാൻസർ വിട്ടുമാറട്ടെ, ലങ്സിലെ ക്യാൻസർ വിട്ടുമാറട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ക്യാൻസർ രോഗം വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു, സൗഖ്യമാവട്ടെ. യേശുവിന്റെ നാമത്തിൽ ക്യാൻസർ രോഗികളെ സൗഖ്യമാവട്ടെ. പുറപ്പാട് 15:26 ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാകുന്നു. കർത്താവിന്റെ അത്ഭുത ശക്തി കടന്നു പോവട്ടെ. ക്യാൻസർ രോഗികളെല്ലാം ഇപ്പോൾ സൗഖ്യമാവട്ടെ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ക്യാൻസർ രോഗിയുടെ മേൽ ദൈവശക്തി കടന്നു പോവട്ടെ. ലൂക്ക 6:19 അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, രോഗികളെല്ലാം സൗഖ്യം പ്രാപിച്ചു, ക്യാൻസർ വിട്ടുമാറട്ടെ. യേശുനാമത്തിൽ കരമടിച്ചു നന്ദി പറയാം. കരങ്ങളൊന്ന് ഉയർത്തിയടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. പ്രൈസ് ദി ലോർഡ്. യേശു ആരിലും വലിയവൻ, വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ. ആരിലും വലിയവൻ, വലിയവൻ.